ദിവസവും എത്ര പെൺകുട്ടികളാണ് ജീവൻ ഒടുക്കുന്നത്? അതും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുമായി ജീവൻ ഒടുക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. കാലിലെ പൊടി തട്ടിക്കളയുന്ന ലാഘവത്തോടെയാണ് ചിലർ അവരുടെ ജീവൻ കളയുന്നത്. നമ്മളില്ലെങ്കിലും ഭൂമി നാളെയും കറങ്ങും. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും പഴയതുപടി തുടരുകയും ചെയ്യും. എന്തേ ഈ തലമുറ ഇങ്ങനെ? ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഒന്നും അറിയാത്ത കുരുന്നുകളുമായുള്ള അമ്മമാരുടെ ആത്മഹത്യ. ജീവിക്കാനാകില്ലെന്ന് കണ്ടാൽ ഈ ഭൂമിയിൽ ഇനിയും ഏറെക്കാലം ജീവിക്കേണ്ടുന്ന നിഷ്കളങ്ക ബാല്യങ്ങൾക്ക് പോലും ജനിപ്പിച്ച അമ്മമാർ തന്നെ അന്ത്യം കുറിക്കുന്നു. ഈ അവസരത്തിൽ ജോസ്ന സാബു സെബാസ്റ്റ്യൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ കുറിപ്പ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ജോസ്ന സാബുവിന്റെ കുറിപ്പ് ഇങ്ങനെ തുടരുന്നു: എത്ര പെണ്ണുങ്ങളാണല്ലേ സ്വയം ജീവൻ ഒടുക്കുന്നത്. ഇന്നിപ്പോ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുമായി ജീവൻ ഒടുക്കുന്നതായി ട്രെൻഡ്. കാലിലെ പൊടി തട്ടിക്കളയുന്ന ലാഘവത്തോടെയാണ് ചിലർ അവരുടെ ജീവൻ തട്ടിക്കളയുന്നത്. ഇങ്ങനെ ജീവൻ നശിപ്പിക്കാൻ വെമ്പി നിൽക്കുന്നവർക്ക് ചിലർ കൊടുക്കുന്ന ഉപദേശമാണ് ഒട്ടും സഹിക്കാൻ കഴിയാത്തത്. ഇറങ്ങിപ്പോന്നു കൂടായിരുന്നു എന്ന് ചിലർ ചോദിക്കുമ്പോൾ കയ്യിൽ പണമുണ്ടെങ്കിലേ കല്യാണം കഴിക്കാവൂ എന്ന് ചിലർ പറയുന്നു. ഉന്തിന്റെ കൂടെ തള്ളലായി ചിലർ കൊടുക്കുന്ന ഉപദേശം അവരുടെ മാതാപിതാക്കൾക്കുള്ളതാണ്. അവർക്ക് തിരിച്ചു വിളിച്ചു കൂടായിരുന്നു, അവർക്ക് കൂടെ നിന്നുകൂടായിരുന്നു. ഉപദേശങ്ങളോ ഉപദേശം. ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭർത്താവിന്റെ കേളുകൾ അനുഭവിക്കുന്ന ഒരു പെണ്ണിന് പുറത്തിരുന്ന് കുരയ്ക്കുന്ന നായകൾക്കൊപ്പം അത്ര വേഗം കുരച്ചിറങ്ങി പോരാനാകില്ല. അതിന് എത്ര പഠിപ്പുള്ളവളാണെങ്കിലും ശരി, സമ്പത്തുള്ളവളാണെങ്കിലും ശരി. കാരണം ഇതുവരെ വലത് കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരുവനോട് ഇന്നു മുതൽ നീ ഇടത് കൈകൊണ്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതിന് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരാമെന്ന് പറഞ്ഞാലും 100-ൽ 1-2 പേർക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ 98 പേർക്കും അതത്ര എളുപ്പമാകില്ല. അയ്യോ, പൊന്നുകൊണ്ട് പുളിശ്ശേരി കിട്ടുന്നതാണല്ലോ, നാളെ മുതൽ എന്തായാലും ഇടം കൈകൊണ്ട് തന്നെ എഴുതണമെന്ന് വാശി പിടിച്ചു കിടന്നാലും രാവിലെ ആകുമ്പോൾ ഒന്നെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ശ്രമിച്ച് നടക്കാതെ വലത് കൈകൊണ്ട് തന്നെ മിക്കവരും ആ എഴുത്ത് തുടരുന്നുണ്ടാകാം. ഇനി അതുമല്ലെങ്കിൽ ലംഘ കപ്പാസിറ്റി ഇല്ലാത്ത ഒരുവനോട് 2 മിനിറ്റ് ശ്വാസം പിടിച്ചു നിന്നാൽ എത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അവന് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവന്റെ ലങ്സിന്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. നടക്കില്ല. അതുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കടന്ന് വാക്ചാതുര്യം കൊണ്ട് അമ്മാനമാടുന്നവരുടെ വാക്കുകൾ കേട്ട് സമയം കളയാതിരിക്കുക. റിയാലിറ്റിയിലേക്ക് കടന്നു വരിക. അവനവന്റെ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കുക. അവനവന്റെ ശരീരത്തെ നോവിക്കാത്ത തീരുമാനത്തിലെത്തുക. ഇനി വീട്ടുകാരോട് ആ മക്കളെ ഇറക്കിക്കൊണ്ടു പോരാൻ മേലായിരുന്നു എന്ന് പറഞ്ഞ് അലമുറയിടുന്നവരോട്. ഒരു മുറിവുണ്ടായാൽ നമ്മുടെ കാർന്നോർമാർ ആദ്യം ചെയ്യുന്നത് മുറ്റത്ത് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചനീരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വീട്ടുവൈദ്യം ആദ്യം പയറ്റി നോക്കി പിന്നെ ഒരു ഗത്യന്തരവും ഇല്ലാതാകുമ്പോൾ മാത്രമേ അവർ ആശുപത്രിയെ കുറിച്ച് പോലും ചിന്തിക്കൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ദാമ്പത്യ പ്രോബ്ലം നേരിടുന്ന മിക്കവരുടെയും പേരൻസ് നമ്മളെപ്പോലെ 24 മണിക്കൂറും മറ്റുള്ളവനെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ പണി കൊടുക്കാം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ എളുപ്പത്തിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവനെ ഇല്ലാതാക്കാം എന്നൊന്നും കണ്ടും കേട്ടും പരിശീലിച്ച് വളർന്നു വന്നവരല്ല. അവർക്കാകെ അറിയാവുന്നത് ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, മക്കളെ ഓർത്ത് സഹിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അവർക്കറിയാവുന്നത് മാത്രമേ അവർക്ക് മക്കൾക്കും പറഞ്ഞു കൊടുക്കാനാവൂ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും നമ്മൾ നേരെ ഓടും ആശുപത്രിയിലേക്ക്. ഇനി നന്നാക്കാൻ കാലതാമസം വരുന്നവനാണെങ്കിൽ അവയെ മുറിച്ചു മാറ്റിയാണെങ്കിലും എത്രയും വേഗം നമ്മൾ ആ മുറിവുണക്കാൻ നോക്കും. വിച്ഛേദിക്കുന്നതിൽ നമുക്കൊരു മടിയുമില്ല. അതിന് ബന്ധങ്ങളാണെങ്കിലും സ്വന്തം അവയവമോ എന്തിനി സ്വന്തം ജീവനാണെങ്കിൽ പോലും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തലമുറ ഒരു കൂസലുമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെയാണ്. സ്ക്രീൻ തുറന്നാൽ നമ്മൾ ആകെ കാണുന്നത് മറ്റുള്ളവരെ കരിവാരത്തേക്കുന്ന വീഡിയോകൾ, കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത വീഡിയോകൾ, സഹിക്കാൻ പറ്റാതായി ഇറങ്ങി പോന്നു എന്നുള്ള വാർത്തകളൊന്നും മാർക്കറ്റില്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പൊലിപ്പിച്ച് കാണിച്ച് കൈയടി മേടിക്കുക. ഈയിടെയായി കുഞ്ഞിനെയും കൂടെ കൂട്ടിയുള്ള ആത്മഹത്യക്കാണ് ചാനലുകളിൽ ട്രെൻഡ് കൂടുതൽ. അതിനാൽ ഒറ്റയ്ക്ക് മരിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളെല്ലാം ഇന്ന് മരിക്കാനായി സ്വന്തം കുഞ്ഞിനെയും കൂടെ കൂട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഒരു വെറും മിറർ മാത്രമാണ്. നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ വായിക്കുന്നത്, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അപ്പാടെ അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അതിനാൽ ഞാൻ പിന്നെയും പറയുന്നു, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം വായിക്കുക. നല്ലതൊന്നും കാണാനില്ലെങ്കിൽ ചുമ്മാ കിടന്നുറങ്ങുക. ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല.
കാരണം പണ്ടത്തെ പോലെ നമുക്കായി അലമുറയിട്ട് കരയാനോ പട്ടിണി കിടക്കാനോ ഇന്നാർക്കും നേരമോ മനസ്സോ ഇല്ല. നമ്മളില്ലെങ്കിലും ഭൂമി നാളെയും കറങ്ങും, മീൻ നാളെയും പൊരിക്കും, അവർ നടുക്കഷ്ണം തന്നെ തിന്നുകയും ചെയ്യും. അതിനാൽ ജീവിക്കാൻ പറ്റാതാകുന്നവർ നിയമസഹായം തേടുക. അങ്ങനെ മാന്യമായി പറ്റാത്തിടങ്ങൾ മുറിച്ചു മാറ്റി ഉള്ള ജീവിതം പിച്ചു തെണ്ടിയാണെങ്കിലും ജീവിച്ചു തീർക്കുക. കാരണം ജീവിതത്തിന്റെ അത്രയും വൃത്തി മരണത്തിനില്ല. അതെ, ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ജീവിതം ആർക്കു വേണ്ടി തച്ചുടയ്ക്കാനുള്ളതല്ല, അത് ജീവിച്ചു തന്നെ തീർക്കണം. നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള തന്റേടമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് യോജ്യമായ വിധത്തിൽ പാഠ്യപദ്ധതി പുനഃക്രമീകരിക്കുക തന്നെ വേണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. നമ്മുടെ പൊതുസമൂഹം നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.